തീരെ പെയിൻലെസ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആയിട്ട് നമുക്ക് ഇംപ്ലാന്റിന് ചെയ്യാൻ സാധിക്കും. നഷ്ടപ്പെട്ട പല്ലുകൾ റീപ്ലേസ് ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇംപ്ലാന്റ്. ഇംപ്ലാന്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സ്ക്രൂ, പല്ലിൻ്റെ ഉള്ളിലേക്ക് സ്ക്രൂ വെക്കണം, അങ്ങനെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള പ്രൊസീജിയർ ആയിട്ടാണ് മുമ്പ് തൊട്ടേ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്ക് റീസെൻ്റ് ആയിട്ട് ഗൈഡഡ് സർജറീസ് അവൈലബിൾ ആണ്. എന്താണ് ഗൈഡഡ് സർജറീസ് എന്ന് പറഞ്ഞാൽ, ഈ ഒരു പേഷ്യൻ്റ് നമുക്ക് വന്നിരിക്കുന്നത് ബാക്കിലത്തെ പല്ലില്ലാതെ വന്ന പേഷ്യൻ്റാണ്. ബാക്കിൽ സപ്പോർട്ട് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമുക്ക് നോർമൽ ആയിട്ടുള്ള ഫിക്സ് പാർഷ്യൽ ഡെഞ്ചർ വെക്കാൻ പറ്റില്ല. പേഷ്യൻ്റ് എടുത്തു വെക്കുന്ന പല്ല് വേണ്ടതാണ്. നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഈ പേഷ്യൻ്റ് ഇതേപോലെ ഇംപ്ലാന്റ് എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ കൊടുത്തത്. ഇത് നമുക്ക് കാണാൻ പറ്റും. അതായത് ഇംപ്ലാന്റ് നമ്മൾ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യും, നമുക്ക് സ്കാൻ ചെയ്തിട്ട് ഇതിന്റെ ഒരു ഗൈഡ് നമുക്ക് ഉണ്ടാക്കുന്നുണ്ട്. എവിടെയാണ് നമുക്ക് ഇംപ്ലാന്റ് ഇടേണ്ടത്, ഏത് സൈസാണ് ഇംപ്ലാന്റ് ഇടേണ്ടത്, ഇതെല്ലാം നമുക്ക് മുൻകൂട്ടി തീരുമാനിച്ച് ആ ഒരു പെർട്ടിക്കുലർ സൈറ്റിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ഡ്രില്ല് ചെയ്യാൻ പറ്റും. ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സർജറി കുറച്ചും കൂടി പ്രിസൈസ് ആയിട്ട് ചെയ്യാനായിട്ടും പേഷ്യന്റിന് പിന്നീടുള്ള ഒരു പോസ്റ്റ് ഓപ്പറേറ്റീവ് കോംപ്ലിക്കേഷൻസ് എല്ലാം ഭയങ്കരമായിട്ടുള്ള, അതൊരു വലിയ രീതിയിൽ കുറയാം. അതായത് നമുക്ക് നോർമലി ഒരു ഇംപ്ലാന്റ് ഇടുമ്പോഴുള്ള പോലത്തെ നമുക്കൊരു നോർമലി ഫ്ലാപ്പ് എടുത്തിട്ട് നമ്മളത് തുന്നലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു ഫ്ലാപ്ലെസ് സർജറി അല്ലെങ്കിൽ ഒരു ഗൈഡഡ് സർജറി എന്നാണ് ഇതിന് പറയുന്നത്. ഈ കാണുന്നത് നമ്മുടെ പേഷ്യന്റിന്റെ നമ്മൾ ഗൈഡഡ് ആയിട്ടുള്ള സർജറി കഴിഞ്ഞിട്ട് ആഫ്റ്റർ 3 months ഉള്ള പോസ്റ്റ് ഓപ്പ് ആണ് കാണുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഗംസ് എക്സാക്ട്ലി നമ്മുടെ ഒരു നോർമൽ നാച്ചുറൽ ടൂത്തിൽ എങ്ങനെയാണോ വന്നിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ ഗംസ് ഫോം ആയി വന്നിരിക്കുന്നത് കാണാം. നമ്മളൊരു ഈസ്തെറ്റിക്സിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് നമ്മുടെ നെക്സ്റ്റ് പേഷ്യന്റ് ഫൈനൽ പല്ലുകളാണ്, ഇംപ്ലാന്റ് വെച്ചിട്ടുള്ള ഫൈനൽ ഫിക്സ്ഡ് ആയിട്ടുള്ള പല്ലുകളാണ്.